കറണ്ടോ ബാറ്ററി ഒന്നും ഇല്ലാതെ പാടുന്നത്, അതാണ് ഭയങ്കര അതിശയം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബൈനോക്കുലർ മുതൽ 100-ൽ പുറത്ത് വർഷങ്ങൾ പഴക്കമുള്ള ജെനുവിൻ ആയിട്ടുള്ള പുരാവസ്തുക്കളുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ. നമുക്ക് അങ്ങോട്ട് അന്നത്തെ ഒരു ഗൂഗിൾ മാപ്പ് എന്ന് പറയാം, അതാണ് ആ രീതിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സാധനമാണ്. സൂക്ഷിച്ചിരുന്ന ആഭരണ പെട്ടി എന്ന് പറയും. ഓക്കെ ഓക്കെ. ഈ കുപ്പിയിൽ, ഈ വിളക്കിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിക്കുക. ഇതിനകത്ത് 65,000 രൂപ ഉണ്ടായിരുന്നു. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര രൂപ കൊടുത്താലും കിട്ടാത്ത കുറേ സാധനങ്ങൾ കാണും. അതാണ് എത്ര വിലമതിക്കാൻ പറ്റാത്ത. അതായത് പഴകും തോറും നമ്മൾ പറയാറുണ്ട് ചില സംഭവങ്ങൾക്ക് വീര്യം കൂടുന്നു. അതുപോലെ പഴകും തോറും വില കൂടുന്ന ഒരു സംഭവമാണ് എൻ്റെ കയ്യിലിരിക്കുന്നു. ഈ കാണുന്ന ഒരുപാട് സാധനങ്ങൾ ഇത് കണ്ടില്ലേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബൈനോക്കുലർ മുതൽ 100-ൽ പുറത്ത് വർഷങ്ങൾ പഴക്കമുള്ള ജെനുവിൻ ആയിട്ടുള്ള പുരാവസ്തുക്കളുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാടായ കൊല്ലം ജില്ലയിൽ പുനലൂരാണ്. അപ്പൊ പുനലൂർ ഇങ്ങനെ സംഭവം വന്നുകൊണ്ട് നമ്മളത് കാണുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ചേട്ടാ നമസ്കാരം, പേരെന്താണ്? എൻ്റെ പേര് സമീർ. സമീർ, ഓക്കെ. ഇപ്പം മലപ്പുറത്തുള്ള സമീരനാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയോണ്ടാണ് നമ്മൾ നേരെ ഇറങ്ങിയത്. ഇതെന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. അപ്പൊ കണ്ടില്ല, ഇതൊക്കെ അവരുടെ കമ്പനി ബ്രാൻഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുള്ള ഒരു ബൈനോക്കുലർ ആണ്. ഇതിനെങ്ങനെയാ വില വരുന്നത്? ഇത് വരുന്നത് 9,500. 9,500. അപ്പൊ 9,500 രൂപയാണ് വില വരുന്നത്. ഗ്ലാസ് മെറ്റലാണ്, ഒറിജിനൽ സാധനമാണ്. കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റും. ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം നല്ല വില വരുന്ന ഐറ്റംസ് ആണ്. ഇതിലും വില കുറഞ്ഞെന്നോ ഒന്നും പറയുന്നില്ല. കാരണം ഇതൊക്കെ എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടാത്ത സാധനങ്ങളായതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ പറയാലോ. അതുപോലെ ഗ്രാമഫോൺ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വർക്കിംഗ് ആണല്ലേ? വർക്കിംഗ് കണ്ടീഷൻ ആണ്. കറണ്ടോ ബാറ്ററി ഒന്നും വേണ്ട, ജസ്റ്റ് ബാറ്ററി ഒന്നും വേണ്ട. പഴയ കാലത്ത് എങ്ങനെ ഉപയോഗിച്ചു അതുപോലെ ഉപയോഗിക്കാം. ഇതിന്റെ ആ CD നമ്മുടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ്? നമ്മൾ ഒരു 15 പ്രാവശ്യം ഇങ്ങനെ കറക്കുക. കറണ്ട് വേണ്ട, ബാറ്ററി വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ. 15 പ്രാവശ്യം അല്ലേ? തട്ടി കൊടുക്കും. ഓ, തന്നെ കറങ്ങുന്നത് കണ്ടോ? കറണ്ടോ ബാറ്ററി ഒന്നും ഇല്ലാതെ പാടുന്നത്, അതാണ് ഭയങ്കര അതിശയം. ഇന്നത്തെ കാലത്ത് കണ്ടില്ലേ, കറണ്ടോ ബാറ്ററിയോ ഒന്നും ഇല്ലാതെ ഇത് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ റെക്കോർഡിനകത്ത് പാട്ട് റെക്കോർഡ് വെച്ചിട്ടുണ്ട്. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന പടത്തിലെ പാട്ടാണ്. ഓക്കെ ഓക്കെ. അതായത് 1962, 64 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ പടമാണ്. ഇതിനകത്ത് തന്നെ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നത്. ഇത് CD നമുക്ക് കൊടുക്കാൻ പറ്റും. CD നമുക്ക് ഒരെണ്ണം കൊടുക്കും ഇതിന്റെ കൂടെ. ഓക്കെ. അപ്പൊ ഇതിന്റെ വില എത്രയായിരുന്നു? ഇത് വരുന്നത് 8,500. 8,500 രൂപയാണ് നമ്മുടെ ഈ ഒരു ഗ്രാമഫോണിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ ബസ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ മറ്റേ ബസ് നമ്മൾ മറ്റേ രീതിയിൽ കാണിച്ചു. ഓക്കെ ഓക്കെ. ഇങ്ങനെടുത്തു പ്രൈവറ്റ് ബസ്സിൽ അത് KSRTC. അപ്പൊ നമ്മുടെ ബസ്സും കണ്ടു. പിന്നെ നമ്മൾ ഇറങ്ങി ഇങ്ങോട്ടൊക്കെ തന്നെ വന്നു. അത് ഇത് കറണ്ട് അല്ലേ? അതെ. ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ഉള്ളിൽ മെക്കാനിക്സ് ഒക്കെ പുതിയതാണ്, ബോഡി മാത്രം ഇച്ചിരി പഴയതും ഇച്ചിരി പുതിയതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന, ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന, പൂജാമുറിയിലൊക്കെ വെച്ചിരുന്ന ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇത് കാലിട്ടിട്ട് ഉറയുന്ന സമയത്ത് വാള് പിടിച്ചിട്ട് ഉറയുന്ന സമയത്ത് സൗണ്ട് വരും. കപ്പലിൽ ഉപയോഗിച്ചിരുന്ന ദിശകൾ അറിയാൻ വേണ്ടിട്ട് ടെക്നോളജി അല്ലേ? ഒന്ന് തരുമോ നോക്കട്ടെ. കണ്ടില്ലേ, ഇത് പണ്ട് കപ്പലില് അവര് ദിശ അറിയാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് അന്നത്തെ ഒരു ഗൂഗിൾ മാപ്പ് എന്ന് പറയാം, ആ രീതിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സാധനമാണ്. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു സാധനമാണ്. ഇതും 100 വർഷത്തിൽ പണ്ട് കാലങ്ങളിൽ സ്വർണം സൂക്ഷിച്ചിരുന്ന ആഭരണ പെട്ടി എന്ന് പറയും. ഓക്കെ ഓക്കെ. പണ്ട് കാലങ്ങളിൽ ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പറ. ഓക്കെ ഓക്കെ. അരി, നെല്ല് ഇതൊക്കെ അളക്കാൻ വേണ്ടിട്ട് ഒറ്റ തടിയിൽ ഉണ്ടാക്കിയതാണ്. ഒറ്റത്തടിയാണ്. പനമരം തുരന്നെടുത്തിട്ട് പിച്ചളൊക്കെ ഇട്ട് ഒരു ഐറ്റംസ് നമുക്കിപ്പോ കിട്ടൂല. പഴയ സാധനം എത്ര വില കൊടുത്താലും കിട്ടാത്ത ഐറ്റംസ് ആണ്. പൈസ കയ്യിൽ വെച്ച് അറിഞ്ഞാൽ പോലും കിട്ടത്തില്ല ഇത്തരം സാധനം. ഇവര് വർഷങ്ങളോളം ഇങ്ങനെ ഓരോരുത്തരത്തൊക്കെ തിരഞ്ഞു പിടിച്ച് അത് ഇതുമായിട്ടൊരു കമ്പമുള്ളവർക്ക് പറ്റുകയേ ഉള്ളൂ. അത് തന്നെ, ഇതിനോട് ഇഷ്ടമുള്ള ആളുകൾ അത് വാങ്ങുള്ളൂ. അതെ അതെ. അതേപോലെ ബസ്സിന്റെ ഹോൺ പണ്ട് കാലങ്ങളിൽ ബസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സൗണ്ടാണ്. കറക്റ്റ് ആ പണ്ടത്തെ സൗണ്ടും എല്ലാം അതുപോലെ തന്നെ. ഇത് നമുക്ക് അവിടെ ഒരു ഫാൻ കാണാം അല്ലെ? മണ്ണെണ്ണ ഫാൻ. അതായത് അത് ഈ കുപ്പിയിൽ, ഈ വിളക്കിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിക്കുക ഇതിനകത്തോട്. ഓക്കെ ഓക്കെ. ഇതിൽ മണ്ണെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതിലിട്ടിട്ട് വിളക്കിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ
ആ ഫാൻ കറങ്ങും. ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സന്തോഷന്റെ ശിലാ സന്തോഷം എന്ന് പറയുന്ന അത് ശരി. സന്തോഷന്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു ഫാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്ത് വില വരും? ഇതിന് 65,000 രൂപ. 65,000 രൂപയാണ് ഈ ഫാന്റെ വില വരുന്നത്. ഓക്കെ. ഇതും ഈ പറഞ്ഞ രീതി കറണ്ടിലോ സോളാറിലോ ഒന്നും അല്ല വർക്ക് ചെയ്യുന്നത്. മണ്ണെണ്ണയിൽ, പൂർണ്ണമായിട്ടും മണ്ണെണ്ണയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുറെ ഐറ്റംസ് ഉണ്ടല്ലേ? അതെ അതെ. ടെലിസ്കോപ്പ്. എന്താ ഇതിന്റെ പേരെന്താ? ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പ് ആണോ അത്? ഓ, വലിയ ടെലിസ്കോപ്പ് ആണിത്. ഓ, 1 മീറ്റർ ലെങ്ത് ഉണ്ട്. നമുക്ക് ഒരുപാട് ലോങ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. ഓ, എന്തോ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമ്മുടെ ക്യാമറയിലൊക്കെ കാണുന്ന നമുക്ക് അത്രയും ദൂരെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് ലോങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അത് അന്നത്തെ അത്രയും വർഷങ്ങൾ മുന്നേ ഉള്ള ടെക്നോളജിയാണെന്ന് നമ്മൾ ഓർക്കണം. അതാണ് തന്നെ ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ട് ഇതുപോലത്തെ ഓരോ വീഡിയോകളൊക്കെ വരുമ്പോഴത്തേന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് തീർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത്. ഇത് കൂടുതലും നമ്മുടെ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാല് സ്റ്റീൽ പാത്രം കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെല്ലാ വീടുകളിലും ഇങ്ങനെ കറങ്ങിയടിച്ച് കച്ചവടം ചെയ്യും. അപ്പൊ പഴയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവര് എന്ത് സാധനങ്ങൾ വില കൊടുത്തിട്ട് വാങ്ങും. എന്നിട്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. നമ്മളൊരു ഓണർ ഉണ്ട്, അയാൾ പുള്ളിക്കാരൻ വാങ്ങിയിട്ട് പിന്നെ അവർ വിൽക്കാനായിട്ട് വന്നതായിട്ട് കട ക്ലോസ് ചെയ്തപ്പോൾ 20 വർഷം മുമ്പ് ഇവിടെ കട ക്ലോസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതെ അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് വീണ്ടും വന്നത്. ശരി ശരി. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഇതൊക്കെ ഇവർക്ക് തീർന്നു പോകുമ്പോഴും പിന്നെയും കിട്ടുന്നത് എന്നുള്ള കാര്യം. ഞാനും അന്നേരം സത്യം പറഞ്ഞ ചിന്തിയായിരുന്നു, അത് ശരിയാണല്ലോ, ഇത് എങ്ങനെ തീരുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും കിട്ടുന്നു. അപ്പൊ ഇതാണൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അത് ഇവർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. ഷോപ്പ് നിർത്തിയോണ്ടാണ് പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഇവർ സെറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യുന്ന പരിപാടി ഇല്ല. അപ്പൊ ഇത്രയും മെറ്റീരിയൽ ഈ പറഞ്ഞ ഇത്രയും സാധനം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമില്ല. ഈ കാണുന്ന ഇത്രയും സാധനമാണ് ഇവർക്ക് സെയിൽ ചെയ്യാനുള്ളത്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കയറി കഴിഞ്ഞ് ഇതിനകത്ത് സാധനങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ വാങ്ങിക്കുക. ഈ ചേർന്നൊരു സഹായമാവട്ടെ. അപ്പൊ ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സെയിൽ ചെയ്യാൻ വേറെ സാധനങ്ങൾ ഇനി കിട്ടാൻ പാടായിരിക്കും. അപ്പൊ അഥവാ ഉണ്ടെങ്കിൽ ചേട്ടൻ പിന്നെ സെയിൽ ചെയ്യുന്നതായിരിക്കും. പറഞ്ഞ കണക്ക് അവിടെ ചെല്ലുമ്പോൾ കളക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. ഇതുവഴി വന്നപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയോണ്ടാണ് നമ്മളിത് എന്താണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.